ഹലോ ഗൈസ്, എല്ലാവർക്കും അച്ചൂസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് തക്കാളി ചെടിയും തക്കാളി ചെടീൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ ചാനലിൽ. അപ്പോൾ ഇത് തക്കാളി വലിയ തോട്ടമൊന്നുമല്ല. എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് കറിക്ക് വാങ്ങുമല്ലോ, അതിൽ നിന്നൊരു പൂത്ത തക്കാളി എടുത്തിട്ട് വിത്തിട്ടിട്ട് തൈയിൽ ഉള്ള തക്കാളിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒരു 8-9 തൈ ഉണ്ട്. 9 തൈയിൽ ആയ തക്കാളിയാണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ ഇട്ട വളം വെച്ചാൽ തൈയായിട്ടാകുമ്പോൾ പിന്നെ വലിയ രാസവളമൊന്നും ഉപയോഗിച്ചിട്ടില്ല, ജൈവവളമാണ്. ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്നതല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വളമായിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെന്തോ പിന്നെ വിഷമോ ഒന്നും ഇട്ടിട്ടില്ല ഇതിൽ. അപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് കടല പിണ്ണാക്കും പിന്നെ കോഴി വളമാണ് ഇതിലിട്ടിട്ടുള്ളത്, വേറൊന്നും ഇട്ടിട്ടില്ല. മനസ്സിലായ? നമ്മൾ നല്ല തക്കാളി കഴിച്ച് ഒരു 29 കിലോ ഞങ്ങൾ ഇന്ന് വിറ്റ്. അത്ര 29 കിലോ, 8-9 തയ്യേ ഉള്ളൂ. 29 കിലോ നമുക്ക് വിൽക്കാൻ കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കി ഫുള്ള് കാണി. അപ്പോൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ചെങ്ങായിമാര സാധനം കണ്ട ഫുള്ള് തക്കാളിയാണ്, നല്ല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് തക്കാളിയെല്ലാം പിന്നെ കടയിൽ നിന്നും വാങ്ങാൻ പറ്റില്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കിട്ടും. അല്ല, വലിയ വെള്ളമൊന്നും വേണ്ട. നമ്മൾ ഇനി കോഴി വളം കുറച്ച് ഇട്ടിന്, ഇനി എല്ലുപൊടി ഇട്ടിന്, പിന്നെ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടൻ്റെ ഓട് ഉണ്ടല്ലോ, മുട്ടൻ്റെ ഓട് നല്ല പൊടിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കും, ഇതിൻ്റെ അടിക്ക്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിന്. വേറെ വളർന്ന് ചേർന്ന് അങ്ങനത്തെ ഒന്നും ഇട്ടില്ല. കണ്ട തക്കാളി അങ്ങോട്ട് അടിപൊളിയല്ല, കാണാൻ തന്നെ രസമാണ്. നമ്മൾ പരക്കല്ല പേര് നിങ്ങൾ നോക്കി വന്നു, ആരാ നോക്കിയിട്ട് പോയി. വേറെന്തും നമുക്ക് തരണ്ട, നിങ്ങളെല്ലാം നോക്കിയിട്ട് ലൈക്ക് അടിക്കാമല്ലേ. ഞങ്ങൾ മീനെല്ലാം കാണിക്കാൻ വേണ്ടില്ല, നിങ്ങൾക്കൊരു സന്തോഷം, ഞമ്മക്കൊരു സന്തോഷം. നിങ്ങൾ ഒരു കമൻ്റെല്ലാം ചെയ്തുകൊണ്ടല്ല, നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല സമാധാനമാണ്. ഓക്കെ, 9 തൈ ഉണ്ട്. 9 തൈയിൽ പിടിച്ച തക്കാളിയാണ്. ഇപ്പോൾ ഇതൊന്നുമില്ല, എല്ലാം തീർന്നുകൊണ്ട് വന്ന് കുറച്ചേ ഉള്ളൂ. 5 കുറച്ച് തൈ. ഇതെല്ലാം ഇപ്പോൾ രണ്ടാമത്തെ ഇതിൽ കുറച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താക്കണം, വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഷെയറാക്കി കൊടുക്കുക. കമൻ്റ് ഇടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. കഴിഞ്ഞ പ്ലാവിൻ്റെ ഒരു നല്ല കമൻ്റെല്ലാം വന്നിട്ടുണ്ട്, അതേപോലെ കമൻ്റ് ഇടിയാവേ. കമൻ്റ് ഇടുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ നല്ലൊരു സന്തോഷമുണ്ട്, പിന്നെ എടുക്കാൻ തന്നെ തോന്നുന്നു. ഓക്കെ, നിങ്ങളെ കമൻ്റ് കണ്ടിട്ട് ഫുള്ള് ഷെയറാക്കി കൊടുക്കുക. തക്കാളി തോട്ടം കാണുന്ന ആൾക്കെല്ലാവർക്കും വരാം. അല്ല, വരുമ്പോൾ വിളിച്ചിട്ട് വരണോ? ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല. ഞാൻ വേറെ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ എടുക്കണം, നിങ്ങൾക്ക് ഇതിനെ സന്ദർശിക്കാൻ വരുന്നതല്ലോ. അതെ, നിങ്ങൾ വരുമ്പോൾ എനിക്ക് വിളിക്കണം, വിളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഫുള്ള് മജാക്കുക. അടുത്ത ചീരൻ്റെ നല്ലൊരു വീഡിയോ എടുക്കാനുണ്ട്. ഫുള്ള് ചീര നട്ടിട്ടുണ്ട്, കുറച്ച് അതിനെ മുറിച്ചിട്ടില്ല ആയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനുണ്ട്, നെക്സ്റ്റ് വീഡിയോ അത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താക്കണം, നമ്മളെ വീഡിയോക്ക് ഫുള്ള് സപ്പോർട്ടാക്കി നിങ്ങൾ നല്ല കമൻ്റെല്ലാം ചെയ്താൽ നമുക്ക് നല്ല നമുക്ക് ഇതിനൊരു വീഡിയോ എടുക്കാൻ നല്ല തോന്നുന്നു. വേറൊന്നുമില്ല അല്ലേ. പിന്നെ നമുക്കൊന്ന് തരണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെല്ലാം ഒന്ന് കാണാൻ വരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയ എല്ലാം ചോദിച്ച് നമുക്ക് പഠിക്കാം. അല്ലേ, ഇതിപ്പോൾ രണ്ടാമത് പൊടിക്കുന്നതാ ഫുള്ള്. നോക്കി ഇങ്ങനെ ഉണ്ട്, നോക്കി ഫുള്ള് അതിൻ്റെ ഒരു കൊലയിൽ 5-6-7 എട്ടെല്ലാം ഉണ്ട് ഒരു കൊലയിൽ. കണ്ട ഫുള്ള് കാണുന്നത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഷെയറാക്കി കൊടുക്കി, ലൈക്കാക്കി. ഓക്കെ, അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ വീഡിയോ വിശേഷമൊന്നുമില്ല. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ അറിയിക്കാമല്ലേ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ പറഞ്ഞു തരേ. കണ്ട, ഇത് ഞാൻ സിംഗിൾ ഓരോ തൈൻ്റെ ഞാൻ കാണിക്കുന്നത്. ഇത് ഒന്നിച്ച് കാണുമ്പോൾ കുറേ തക്കാളിയിൽ കാണും. നിങ്ങൾ നോക്കി, അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയും എത്ര തക്കാളിയുടെ പിടിച്ചിന്, എത്ര തക്കാളി നമ്മൾ വീട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കണ്ട ഫുള്ള് കണ്ട, ഇതൊന്നും കണ്ടറി.
ഇതെല്ലാം പറിച്ച് വീട്ടിലായോ? വീഡിയോ ഇപ്പോൾ കിട്ടുന്ന മാത്രം എന്തെല്ലാം പോയി, എന്തെല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. ഇതെല്ലാം ചെറുതെടുത്ത് ഇപ്പോൾ ചെറുത് വരുന്ന ഫസ്റ്റിലേക്ക് വലുതായി, പിന്നെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.